ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റവയും കൊണ്ടുള്ളൊരു നല്ല സ്നാക്സ് റെസിപ്പിയാണ്. അതിനായിട്ട് 2 കപ്പ് റവ ചേർത്ത് കൊടുത്തു. 2 കപ്പ് അതിന് ശേഷം 1 കപ്പ് മാവ് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, ഒരു 4 ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ റവയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒരു 5 മുട്ടയും കൂടെ മിക്സിയിൽ അടിച്ചെടുത്തു. ഇനി ഇത് ആ മാവിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. 5 മുട്ട മതി. ഈ സമയത്ത് ഒരു തുള്ളി വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല കിടുക്കാച്ചി ടേസ്റ്റാണ്. ഈ സമയത്ത് തന്നെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ട് അപ്പം ഞാൻ അതിലേക്ക് ഇതേപോലെ ചെറിയ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ അവധിക്കാലത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. കേക്ക് നമുക്ക് ഇതേപോലെ റവയും കൊണ്ട് വറുത്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ വെട്ട് കേക്കിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റായിട്ട് വരും കേട്ടോ. അപ്പം മാവ് കൂടി തന്നെ വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് റവയും കൂടെ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ.